എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അങ്ങനെ ഫൈനലി സഹയാത്രികരും ത്രയം പിടിക്കിയ ശേഷം നമ്മൾ വീണ്ടും എത്തിയിരിക്കുകയാണ്. അതെ, ഇപ്പോൾ കറൻ്റ്ലി ത്രയംപടി കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു സപ്പോർട്ടാണ് തന്നത്. നമ്മളെ മേക്കിംഗ് ഒക്കെ നന്നായി ഇമ്പ്രൂവ് ആയി എന്ന് പറയുന്നു. ജോർജിൻ്റെ ആക്ടിങ് ആയാലും അല്ലമീൻ്റെ ആയാലും ഞാനും ഉണ്ടായിരുന്നു. ഒരു വെറൈറ്റി അറ്റംപ്റ്റ് ആയിരുന്നു. അത് ഇത്ര റെസ്പോൺസ് കിട്ടുമെന്ന് വിചാരിച്ചില്ല. അതെ, പിന്നെ പറയാനുള്ള കാര്യം, നമ്മളിപ്പോൾ നിരാശ അനൗൺസ് ചെയ്തു. അതൊരു ഡ്രീം പ്രോജക്റ്റാണ്, ഒരു വലിയ പ്രോജക്റ്റാണ്. എന്ന് വെച്ചാൽ ഒരു വൺ അവർ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ടൈമുള്ള ഒരു സിനിമയാണ്. അപ്പം അതിൽ ജോർജിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളാണ്. ഒരുപാട് പേരുണ്ട് അതേപോലെ. അപ്പോൾ അതൊരു വലിയൊരു ഫിലിമാണ്, നല്ല സമയം എടുക്കുന്ന പടമാണ്. അപ്പം അതിന്റെ പ്രീ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഒരു ഇതിൽ ഇറ്റ് ഇസ് എ വെരി ബിഗ് സ്കെയിൽ സിനിമ. ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടുള്ളത് വൺ ബിഗ് സ്കെയിലാണ്. പക്ഷേ ആസ് വ്യൂവേഴ്സ് നിങ്ങൾക്ക് ബിഗ് സ്കെയിലായിട്ട് തോന്നത്തില്ലായിരിക്കും. ബട്ട് ഞങ്ങൾക്ക് അതൊരു വലിയൊരു ബിഗ് സ്കെയിൽ മൂവിയാണ്. അതെ, അപ്പം അതിന് നമ്മൾ പ്രീ പ്രൊഡക്ഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ലൊക്കേഷൻ ഹണ്ട്, പിന്നെ കാസ്റ്റ് സെറ്റാക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മ്യൂസിക് വർക്കും ഞാൻ സൈഡിൽ നിന്ന് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഡയറക്ഷൻ സൈഡ് വരെ ഇപ്പം നമ്മളിപ്പോൾ എന്താ പറയുക, ഒരു നിരാശയിൽ ഒരുപാട് ഫേസസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഒരാളുടെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു കഥ പറയുന്ന ഒരു ഫിലിമല്ല ആക്ച്വലി. ഒരുപാട് ഇമോഷണൽ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിനെ പറ്റി വാല്യൂ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഇന്ന് ഇറങ്ങിയ പോസ്റ്റർ ആണെങ്കിലും വി ആർ ഹൈഡിങ് സംതിങ് ഫ്രം us. അതെ, അതിൻ്റെ അകത്തൊരു സ്പെഷ്യലായിട്ടൊരു ഷൂട്ട് ചെയ്ത് തീർന്ന സീനാണത്. ഞങ്ങൾ 2 ഷെഡ്യൂൾ ഓൾറെഡി കഴിഞ്ഞു. നമ്മളിതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടിക്കാലം, അതൊരു പല പല ഫേസുകളാണ് ട്രൈ ചെയ്യുന്നത്. ഡിഫറെന്റ് ടൈം ലൈൻ എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷെ എന്നാലും ഒരു ജീവിതത്തിന്റെ പല ടൈമുകൾ ഞങ്ങൾ ഒരു നമ്മൾ ട്രൈ ചെയ്യാത്ത ഇമോഷണൽ പാർട്ടും അങ്ങനെ പല രീതിക്ക് ഒരു ഹ്യൂമൻ ഇമോഷൻസിന് മെയിനായിട്ട് വാല്യൂ കൊടുക്കുന്ന ഒരു സിനിമയാണെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതിന്റെ റൈറ്റിംഗ് സെക്ഷൻ ഞങ്ങൾ രണ്ടാളുമാണ്. അത് ഫുൾ ഫിനിഷ് ആയിട്ടുണ്ട്. റൈറ്റിംഗ് ഫുൾ കഴിഞ്ഞു. അത് പിന്നെ ഉള്ളത് ഇനി ഇംപ്രൂവൈസേഷൻ ആണ്. അത് ഞാൻ പറഞ്ഞില്ലേ, എന്റെ എല്ലാ സിനിമകളും ഞാൻ എടുത്ത് തീർന്നതിന്റെ അന്നേ തീരത്തുള്ളൂ. എഴുത്ത് അങ്ങനെ തീരും. അപ്പം നമുക്ക് ഫുള്ള് സെറ്റാണ്. പിന്നെ ഇനി എന്തെങ്കിലും ആഡ് ഓൺ സീൻസ് ഉണ്ടേ വരത്തുള്ളൂ. എന്തായാലും ഡിലീറ്റിംഗ് ഒന്നും വരില്ല. അപ്പോൾ എന്തായാലും നിരാശ എത്രയും പെട്ടെന്ന് നിങ്ങളിലായിട്ട് എത്തിക്കാൻ നമ്മൾ ശ്രമിക്കുകയാണ്. അറിയാലോ, നല്ല സമയം എടുക്കുന്ന ഒരു സിനിമയാണ്. നമ്മൾ 1 മാസം കൊണ്ടൊന്നും ഷൂട്ട് ചെയ്തു, അപ്പോൾ കുറച്ച് സമയം എടുക്കും. അപ്പോൾ എന്തായാലും നല്ല സമയം എടുത്തിട്ടാണെങ്കിലും അത് നല്ല വൃത്തിക്ക് ഇറക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ കണ്ടിന്യൂസ് സപ്പോർട്ടിന് നന്ദിയുണ്ട്. അപ്പോൾ നമ്മുടെ ക്വാളിറ്റി ഫ്രെയിംസിനാണെങ്കിലും ഇപ്പം നല്ല റീച്ചാണ് കിട്ടുന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ ആക്ടിങ്, നിരാശ എന്ന് പറഞ്ഞൊരു ഫിലിം ആക്ടിങ്ങിന് വളരെ ഇമ്പോർട്ടൻസ് ഉള്ളൊരു സിനിമയാണ്. കാര്യം അല്ലമീ ചെയ്യുന്ന റോളൊക്കെ നിങ്ങൾക്ക് ആ സിനിമയുടെ ക്ലൈമാക്സ് ഒക്കെ എത്തുമ്പോൾ മനസ്സിലാവും അത് എന്തുമാത്രം ഇമോഷണലി കണക്റ്റഡ് ആണ്. പിന്നെ ചെറിയൊരു പടമാണ്, പക്ഷേ സ്കെയിൽ വലുതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു കണ്ടന്റ്, കുറച്ച് എന്ന് വെച്ചാൽ ആളുകൾ ഒരുപാടുണ്ട്. നമ്മൾ ഇതുവരെയും ചെയ്തേക്കാളും ഒരുപാട് ആളുകളുണ്ട്. അപ്പം ജോർജിനായാലും നമ്മുടെ പഴയ ആളുകളൊക്കെ തിരിച്ചു വരാനൊക്കെ എല്ലാ ചാൻസും എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും